പന്നി കാണിച്ച പണിയില്ലേ ഇന്നും എത്ര കാലം ജീവിക്കേണ്ടത്? അതന്നെ എത്ര കാലം ജീവിക്കേണ്ടത്? ഇപ്പൊ അങ്ങനെ നടക്കുക. രണ്ടിൻ്റെ അടുത്ത് പൂത്ത പൈസ മുതലേ വിനീതേ. അച്ഛാ പിള്ളേരല്ലോ. ഓനെ വിളിച്ച്. വിജേഷോ? അറിയിച്ചതാ. എല്ലടോ ഒരു മരിച്ച വീടല്ലേ ഇത്? നിങ്ങളിങ്ങനെ ചിരിച്ചാൽ ഇങ്ങനെ ശരിയാവുക? ഓരോ മരിച്ച എങ്ങനെ നിങ്ങൾക്ക് അതാണ് ഞങ്ങളും ചിരിച്ചു പോകും. ഞാൻ കണ്ടില്ല. നിങ്ങൾ നേരത്തെ എത്തിക്കാം. ഞാൻ രാവിലെ ഉണ്ട്. ഞാൻ പാടും. പണിമേക്കേട് കത്തിരിക്കും. മെമ്പർ വരുന്നുണ്ടല്ലോ. വിജേഷ് ഉണ്ടല്ലോ. ഇനി അവൻ്റെ ഭരണമായിരിക്കുമല്ലോ ഇവിടെ. നമ്മൾ ഈ അധ്വാനിച്ചാലും വെറുതെ. അത് ശരിയാ. മെമ്പറെ പുതിയ റീൽസ് ഒന്നും ഇല്ലാലും ഇപ്പൊ പഞ്ചായത്തില് സ്കൂളിലായിട്ട് ഭയങ്കര തിരക്കിലാ. പുതിയ വരുന്നുണ്ട്. പിന്നെ മരിച്ചേ ഇന്ന് രാവിലെ അന്നേരം തന്നെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞേ. എന്നാ വിനീത സംഭവിച്ചേ? എന്നേനും സംഭവിച്ചേ? അത് അച്ചാച്ച ഇവിടുന്ന് കഞ്ഞി കുടിക്കുന്നതിന് ഇവിടെ പന്നിയിലെ ഓടിപ്പോയിക്കുന്നു മിറ്റത്തൂടി. സ്പൂണ് തൊണ്ടേ കുടിക്കാതെ അതിന്റെ ബേജാറില്. വിനീതേ, പെങ്ങന്മാരും വന്നിട്ടില്ല അല്ലേ? ഇല്ല. ഓല് പിന്നെ ബാംഗ്ലൂരിലുള്ളത്. എന്നാ പിന്നെ ഇനിയിപ്പൊ നാളെ ആയിരിക്കൂലേ അടക്കുള്ളൂ? നാളെ ഇന്ന് തന്നെ അടക്കും. ഇന്ന് തന്നെ അടക്കും. അല്ല അച്ഛാ ഇന്ന് തന്നെ അടക്കിക്കൂടെ? ഇന്ന് തന്നെ അടക്കാം. നിങ്ങളെന്നാ സത്യേട്ടാ പറയുന്നേ? ഇവന്റെ പെങ്ങളല്ലേ, ഓല് വന്നിട്ട് അടക്കിയാ മതി. അങ്ങനെ ആയിക്കോട്ടെ. ഇല്ല ചേട്ടാ, നിങ്ങൾ പറയുമ്പോൾ എല്ലാ സ്ഥിതി എന്തെന്നാ ഓലെ സ്ഥിതി മനസ്സിലായത്. ഓല് നാളെ ഏതെങ്കിലും ഒരു സമയത്ത് എത്തലുണ്ടാവും. ഓല് നാളെ വന്നിട്ട് അടക്കിയാ മതി. ഇച്ച പെങ്ങളല്ലടാ സ്വന്തം. എന്നാ പിന്നെ നാളെ ആയിരിക്കും. നാളെ രാവിലെ അച്ഛാ ഇന്നാക്കിക്കൂടെ? ഇന്ന് എന്നാക്കാം. നിങ്ങൾ എന്തെന്നാന്ന് രണ്ടും പറയുന്നേ? നാളെ അടക്കണ്ട ഓല് വന്നിട്ട്. ആയിക്കോട്ടെ. എന്തെന്നാണ് എന്റെ പ്രശ്നം? നേരത്തെ തന്നെ അങ്ങ് വന്നോളെ. ഉറക്കൊയ്യാൻ നിൽക്കണ്ടേ? നാളെ അല്ലേ അടക്കും? നാളെ അടക്കും. പക്ഷെ നമ്മൾ ഇടവിലക്കാരില്ല. നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒഴിവാൻ പറ്റും ഇവിടുന്ന്. നിങ്ങൾ എന്തെങ്കിലും തരികിടയും പറഞ്ഞിട്ടങ്ങ് വന്നോ. എന്തെന്നാണ് പറയപ്പോ? ഒരു കാര്യം ചെയ്യും. പിന്നെ നമ്മളെ പശു എന്തായാലും പ്രസവിക്കാനായി. അപ്പോൾ പശുവിന് പ്രസവ വേദന തുടങ്ങിയ പറ്റി എൻ്റെ ഫോണിൽ വിളിക്കരുത്, വിജേഷിൻ്റെ ഫോണിൽ വിളിക്കുക. വിജേഷിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറയാം എങ്ങനെയെങ്കിലും എന്നെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. അതാവും പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ അങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് ഒരു 500 വേണ്ടേ? ഒരു 500 അങ്ങ് വായിക്കും. എന്നാ പൈസ കിടക്കുക. ഓരോരുത്തർ പൈസ എൻ്റെ അടുത്ത് മാമൻ്റെ ഗുളികൻ്റെ പൈസ ഉണ്ട്. ഗുളികയല്ല പിന്നെ വാങ്ങാടോ. 5 പൈസ കിടക്ക്. എൻ്റെ പൈസ 30. അത് ശരിയാവില്ല. പല പ്രാവശ്യം എന്നെ പറ്റിച്ചതാ. നഞ്ഞൊരു കാര്യം ചെയ്യും. വിജേഷിന്റെ അടുത്ത് കണ്ടമാനം പൈസ ഉണ്ട്. ആരും അറിയണ്ട. ചേട്ടാ എന്നാ പ്രശ്നം? ഇത് പൈസയൊന്നുമില്ല. അതൊന്നും പ്രശ്നമല്ല, എല്ലാം നമുക്ക് ഡീൽ ചെയ്യാം. നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണം. ആയിക്കോട്ടെ. ഒറ്റ പൈസയിലാണ് സ്ഥിതിയായിട്ടുള്ളത്. അത് റെഡിയാക്കാന്ന്. ദഹനത്തിന് ദഹിപ്പിക്കുന്ന കാര്യങ്ങളും. പിന്നെ ഉമ്മാളത്തെ പോലെ ആക്കറ കൈ ഇടങ്ങാറക്കല്ല. എന്നാ ചില്ലറ പിന്നെ ഉമ്മാളത്തിൽ എനിക്ക് ഒരു കുറെ പൈസ ബാക്കിയുണ്ട് തരുവേ. അതുപോലൊന്നും ഇതാവൂല. ഇതല്ല 500 റുപ്യ വേണ്ടേ? അതിനാ നാളെ മരുന്ന് വാങ്ങും. എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, പക്ഷെ നാളെ പട്ടിനും റീറ്റെല്ലാം വെച്ച പൈസയാവുള്ളൂ. നാളെ ഒരു ദിവസമൊക്കെ റോൾ ചെയ്തൂടെ? ഇതെന്തിനാ എനിക്ക് ഇത് മരുന്ന് വാങ്ങുവേ? ഏത് മരുന്നാന്നല്ല എനിക്ക് തിരിഞ്ഞു കേട്ടാ. ജഗം വേണ്ട. പിന്നെ മഴ പെയ്യും, പായുമാണ് നമുക്ക്. ഇനി എൻ്റെ പരിപാടി നോക്കണം പെട്ടെന്ന് തന്നെ. 2 പായ് പോലും അല്ലേ? രണ്ടാം വേണ്ട. മഴ പെയ്താ കുടുങ്ങിപ്പോ. എന്തല്ല നമ്മൾ പൊക്കച്ചന് പറ്റി പൊക്കച്ചന് പറ്റുമെന്നും പറയണ്ടേ മക്കളെ. ഇവിടെ എന്ന് വെച്ചാൽ ഈ കോനാത്തമ്പത്തിന്ന് പിന്നെ കഞ്ഞി കുടിക്കുന്നതിന് അന്നേരം ഒരു കാട്ടുപന്നി ഒരൊറ്റ ഓട്ടം ഇങ്ങോട്ട് ഓടിയിട്ടെന്ന് വെച്ചാൽ ഇവർ വായിലിങ്ങനെ സ്പൂണ് വെക്കലും അപ്പം തൊണ്ടേ കുടുങ്ങിയിട്ട് ആട് തന്നെ കഥ കഴിഞ്ഞ്. സ്പൂണല്ലടോ പൊക്കച്ചനാന്ന്. സ്പൂൺ എടുത്തിക്കോ തൊണ്ട. സ്പൂൺ എടുത്തിട്ട് ഒരു കാര്യമില്ലാന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിക്ക്.
₹40 സ്പൂണിന് 40,000 ഓപ്പറേഷത്തിന് പറഞ്ഞത്. ഇവന്റെ അടുത്ത് അന്ന് ഒരു ഉടുകാസും ഇല്ല. അപ്പം നേരെ ഇങ്ങ് പോന്നിട്ടുണ്ട്. ഏതായാലും ദയിപ്പിക്കുന്നല്ല. അപ്പം തട്ടിയിട്ട് ഇങ്ങ് എടുക്കല്ലേ, സ്റ്റീലിന്റെ സ്പൂണല്ല. അന്നേരം ഇങ്ങ് എടുക്കാം. സ്കെച്ചർ എടുക്കാൻ പറയാം. പാർട്ടീൻ്റെ സ്കെച്ചർ എടുക്കേണ്ടത് നമ്മളെ ക്ലബിൻ്റെ ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ പാർട്ടി കൊണ്ടിട്ട് ഇനി അവിടെ ഇരിക്കും. അച്ഛാ നിങ്ങളൊരു കാര്യം ചെയ്യും, പ്രഷർ ഷുഗർ ഇല്ലല്ലേ, കുറച്ച് ആത്ത് പോയി കിടന്നു. എൻ്റെ ഗുളിക അടിയും വെച്ച് ഗുളിക അപ്പുറത്തിൻ്റെ അലമാരയിൽ എന്നെ എടുത്ത് വെച്ചു. ആയിക്കോട്ടെ. ഞാൻ ഇവിടെ ഇടണ അവിടെ നമ്മൾ പോവാല്ലേ? വിനീതേ, നാളെ പോട്ടെ, നാളെ വരാം. ഞാൻ ഒരു മീറ്റിംഗ് ഉണ്ടേ. ആയിക്കോട്ടെ. ഹലോ, ഓനിവിടെ ഉണ്ട്. ഞാൻ പറയാം. ശരി. ഇഞ്ചെ വീട്ടിൽ നിന്ന് ഇഞ്ചെ ഭാര്യ വിളിച്ച്. ഇഞ്ചെ വീട്ടില് പശു ഗർഭിണിയാ. എന്നാല് എന്തോ വേദന എന്തോ കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് അങ്ങനെ പോയി കിടന്നാലേ. ഇങ്ങോട്ടാ വിനീത, 2 മണിയായി. ലേശം ഒന്ന് ഉറങ്ങട്ടെ. ഞാൻ പോയിട്ട് നാളെ രാവിലെ വരാം. അല്ല വിജേഷേ, ഇതെന്നാ പറയുന്നത്? ഇനി ഒറ്റ ഒരാളെ വർത്താനം കൊണ്ടല്ലേ നാളത്തേക്ക് വെച്ചരുത്. ഇല്ല, ഞാൻ അവിടെ ഇനി പോകണ്ട, അവിടെ അങ്ങനെ ഇറങ്ങണ്ടേ. ഇനി കൊതുകാണ്. വിജേഷേ, വിജേഷ്, അച്ഛൻ മരിച്ചില്ലെന്നോടാ. ഇനി എന്നാടാ പേടിപ്പിക്കുന്ന പാതിരാക്ക്? പേടിപ്പിക്കുന്നില്ലടാ, കാലിളകുന്നുണ്ട്. നിങ്ങൾ നോക്കിയൊക്കെ പോയിട്ട് എല്ലാരോടും 9 മണി പറഞ്ഞല്ലേ. ഇങ്ങോട്ട് എന്നാ എല്ലടാ മൂക്കിലാരാ പഞ്ഞി വെച്ച്? ഞാൻ തന്നെ. കാല് കൂട്ടിക്കെട്ടിയാരാ? അതും ഞാൻ തന്നെയാ. അച്ചാച്ചൻ്റെ പെങ്ങളെ കാലും കൂട്ടിയിട്ടാ കെട്ടി. പെങ്ങള് കാല് വലിക്കുമ്പോൾ അച്ചാച്ചൻ എളിയതാ. ഓരോരോ പേടിപ്പിക്കും പാതിരാക്ക്. അടിയിരിക്കി. വരാൻ കാത്താ നിന്ന് പുടവക്കാർ വരുന്നുണ്ട്. എന്ത് കോലാടെ ഇത്? അതന്നെ ഞാൻ ചോദിക്കുന്നത്. അച്ചാച്ചാ എനക്ക് കാണാനാവൂലോ, എനിക്ക് കാണാനാവൂല, എനക്ക് കാണുക തന്നെ വേണ്ട. അയ്യോ അച്ചാച്ചാ, പിന്നെ ഞാനിന്നങ്ങ് പോകും കേട്ടോ. ഞാനും നോക്കട്ടെ, കാര്യങ്ങളൊന്നും നോക്കി ഞാനങ്ങ് നീങ്ങും. ബാക്കി കാര്യങ്ങൾ നമുക്ക് 2 ദിവസം കഴിഞ്ഞോട്ടെ, എന്നിട്ട് പറയാലോ അല്ലേ? നിക്കുവാനാവൂലോ, എനക്ക് നിക്കുവാനാവൂലോ. എന്ത് നിക്കുവാനാവൂല? എന്തിനാ പക്ഷെ ഇനിയല്ലാണ്ട് വേറെ ആരല്ല ഇവിടെ നിക്കുവാനാവൂല. പിള്ളേർക്ക് പരീക്ഷ നിങ്ങൾക്ക് പറയുന്നതിന് എന്താ? എനക്ക് നിക്കുവാനാവൂലോ. എന്നാ ഇവിടുന്ന് തൊണ്ട പുളക്കണ്ട. ഇനി അടങ്ങിയിരുന്നു അടയ്ക്കപാട് പോട് കേട്ടാ. ഇവിടെ കണ്ട അച്ചാച്ചാ. മോൾ പിന്നെ ടൈമായി. നമ്മള് 9 മണിയാ പറഞ്ഞത്. ഒന്ന് പോയിട്ട് കണ്ടിട്ട് എനക്ക് കാണണ്ട, എനക്ക് അച്ചാച്ചന്റെ മുഖം കാണണ്ട. ഇല്ല, എനക്ക് കാണണ്ട. മോളി ഒന്നും നോക്ക്, എന്റെ മുഖത്ത് നോക്ക്. ഇന്നലെ ഈ ഭർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ആൾ ഇവിടെ കാത്തു നിക്കണേനാ. ഇന്നലെ രാത്രി കൊതുകെല്ലാം കടിച്ചിട്ട് ഇവിടെ ഇതാ ഞാനും വിനീതും അച്ഛനെല്ലാം ഇവിടെ നിന്നതാ. തീരെ കൊതുകെല്ലാം കടിച്ചിക്ക് പോയിട്ട് കാണുവാനാ പറഞ്ഞേ. അച്ചാച്ചാ.